ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കായിക പ്രജനനമാണ് അല്ലെ. എന്താണ് കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിൽ നിന്നും മറ്റൊരു സസ്യം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സസ്യത്തിൽ നിന്നും നമ്മൾ മറ്റൊരു സസ്യം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കണം? വേര്, തണ്ട്, ഇല, പൂവ്, ഇതേതെങ്കിലും ഭാഗങ്ങൾ മുതലായ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സസ്യം രൂപകൽപ്പന ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്തോന്ന് കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, പലതരത്തിലുള്ള കായിക പ്രജനനമുണ്ട്. അപ്പം ഒരു നല്ല വിളവ്, ഒരു ചെടി നട്ട് നമുക്ക് നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാലാവസ്ഥ അനുകൂലമായിരിക്കണം? ഒരു പരിചരണം മാത്രം മതിയോ? നമ്മൾ കൊണ്ട് നട്ടിട്ട് നല്ലോണം വെള്ളം മാത്രം ഒഴിച്ചാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ എന്നും അതിനെ പോയി നോക്കുകയോ വളം ഇട്ട് കൊടുത്താൽ മാത്രം മതിയോ? പോരാ. ഏതൊക്കെ അനുകൂലമായ സാഹചര്യം വേണം? ഒന്ന്, വളക്കൂറുള്ള മണ്ണ് വേണം അല്ലെ. വളക്കൂറുള്ള മണ്ണ് വേണം. ഏതെങ്കിലും മരുഭൂമിയിലെ മണലിൽ കൊണ്ടിട്ട് അവിടെ പോയിട്ട് ഞാൻ വാഴ നട്ടു, വാഴ എനിക്ക് കൊല തന്നില്ല എന്ന് പറഞ്ഞില്ല, പഴം തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അവിടെ വളക്കൂറുള്ള മണ്ണുണ്ടോ? വളക്കൂറുള്ള മണ്ണില്ല. അപ്പം വളക്കൂറുള്ള മണ്ണ് അത്യാവശ്യമാണ്. ഇനി അനുയോജ്യമായ കാലാവസ്ഥ അല്ലെ. ഓരോ ചെടികൾക്കും അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ട്. പരുത്തി വിളയണമെങ്കിൽ അതിവിടെ കരിമണ്ണ് വേണം അല്ലെ. അതുപോലെ കള്ളിച്ചെടിയെങ്കിൽ അവിടെ അത് അധികം മഴ ലഭിക്കാത്ത പ്രദേശം വേണം അല്ലെ. ആപ്പിൾ വരണമെങ്കിൽ അതിന് അനുയോജ്യമായ കാലാവസ്ഥ വേണം. അപ്പം ഓരോ സസ്യത്തിനും അതിന് അനുയോജ്യമായ കാലാവസ്ഥ വേണം. പിന്നെ നല്ല വിത്തിടുകളും നടീൽ വസ്തുക്കളും വേണം. നല്ല വിത്തിനങ്ങൾ വേണം അല്ലെ. ഏതെങ്കിലും മോശമായിട്ടുള്ള വിത്തിട്ടിട്ട് അത് നല്ല കായ്ഫലം തരുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം ലഭിക്കണമെങ്കിൽ നല്ല വിത്തിനങ്ങൾ വേണം. ഓക്കെ. ഇനി പലതരത്തിലുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെടികളെ നമ്മൾ അതിൻ്റെ കായിക പ്രജനനം നടത്തുന്നുണ്ട്. അതിലൊന്നാണ് പാകി മുളപ്പിക്കൽ എന്ന് പറയും. അതായത് വെണ്ട, പയർ തുടങ്ങിയവയിൽ നിന്ന് നല്ല വിത്തുകളെ നമുക്ക് തിരഞ്ഞെടുക്കണം അല്ലെ. അങ്ങനെ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ് അല്ലെ. എന്നാൽ ഈ ചെറിയ വിത്തുള്ളവയിൽ നിന്ന് നമുക്ക് നല്ല വിത്തിനെ എങ്ങനെ നമുക്ക് മുളപ്പിച്ചെടുക്കാം? അപ്പൊ വെണ്ടയും പയറിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ സാധാരണ ഒന്ന് കിഴി കെട്ടിയതിന് ശേഷം അതിന് നമ്മൾ നനച്ചിട്ട് കൊവരാനിട്ടതിന് ശേഷം അതിനെന്ത് ചെയ്യും? കിഴി കെട്ടി നമ്മൾ വയ്ക്കുമ്പോൾ അതിൽ മുള വരുന്നതിനടുത്ത് നമ്മൾ നല്ല വിത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും. ഇനി ചെറിയ, അതായത് കീര പോലുള്ള വിത്തുകൾ നമ്മൾ എന്ത് ചെയ്യും? കീര പോലുള്ള വിത്തുകൾ ഇങ്ങനെ ചെയ്തിട്ട് നല്ല വിത്തുകൾ ഓരോന്നായിട്ട് എടുത്തെടുത്ത് കൊണ്ട് നടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? പാകും അല്ലെ. കീരയുടെ കുറേ വിത്തുകൾ നമ്മൾ പാകും. അതിനെങ്ങനെ എടുക്കുന്നതാണ്? പാകി മുളപ്പിക്കുന്നതാണ്. അപ്പം വെണ്ട, പയർ പോലെ വിത്തുകൾ കുറച്ച് നമുക്ക് എളുപ്പമാണ്. അത് നല്ല മുളകൾ വരുന്നതിനെ മാത്രം നമുക്ക് എടുത്ത് നടാം. പക്ഷെ കീര പോലുള്ള വിത്തുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പാകി മുളപ്പിക്കുന്നു. അപ്പം പാകി മുളപ്പിക്കൽ എന്ന് പറയുന്നത് ഈ കായിക പ്രജനനം നടത്തുന്നതിന്റെ ഒരു വിഭാഗമാണ് പാകി മുളപ്പിക്കൽ എന്ന് പറയുന്നത്. അതിൽ ഈ പാകി മുളപ്പിച്ചതിന് ശേഷം അത് അവിടെ കിടന്ന് പൊഴിച്ചോട്ടെ എന്ന് വിചാരിച്ചാലോ? ഇല്ല അല്ലേ. അവർക്ക് പാകി മുളപ്പിക്കുമ്പോൾ നല്ല വിത്തുകളുണ്ടെങ്കിൽ അടുത്തടുത്ത വിത്തുകളൊക്കെ അടുത്തടുത്തായിട്ട് മുളകൾ വരും. അപ്പൊ അവയ്ക്ക് തടുത്തടുത്തടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? നല്ല രീതിയിൽ വളരാൻ പറ്റില്ല. അപ്പം പാകി അത് മുള വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ആ ചെടികളെ നമ്മൾ മാറ്റി അതാത് സ്ഥാനത്ത് അതിന് കൃത്യമായിട്ട് വളരാൻ സ്പേസ് ഉള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു? നടുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? പാകി മുളപ്പിക്കൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ കീരയുടെ കാര്യം ഓർത്താൽ മതി. നമ്മൾ ചുവന്ന കീര, പച്ചക്കീരയൊക്കെ ഇല്ലേ? അപ്പൊ അതിന്റെ വിത്തുകൾ നമ്മൾ വിതറുന്നു. അതിനുശേഷം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ അവിടെ എവിടെയായിട്ട് അത് എന്ത് ചെയ്യുന്നു? മുളച്ച് നിൽക്കുന്നു. അതിൽ നിന്നും കുറച്ചുകൂടി വലുതാവുന്ന സമയത്ത് നമ്മളെടുത്ത് അതിന് അനുയോജ്യമായ കാലാവസ്ഥയിൽ അനുയോജ്യമായ ഭാഗത്ത് നമ്മൾ നല്ല വെയിലും അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള ഭാഗത്ത് എന്ത് ചെയ്യുന്നു? അത് നടുന്നു. അതിനാണ് എന്തോന്ന് പറയുന്നത്? പാകി മുളപ്പിക്കൽ എന്ന് പറയുന്നത്. ഇനി തണ്ട് മുറിച്ച് നട. നമ്മൾ റോസാ ചെടിയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ല തണ്ടിനെ നമ്മൾ നല്ല തണ്ട് നോക്കി, വളരെ കട്ടിയില്ലാത്ത തണ്ടൊക്കെ നോക്കി എന്ത് ചെയ്യുന്നു? നമ്മൾ മുറിച്ച് നടുന്നു. അപ്പൊ റോസയ്ക്ക് അതുപോലെയുള്ള ചില തരത്തിലുള്ള മുല്ലകൾക്ക് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? തണ്ട് മുറിച്ച് നടലാണ് നടത്തുന്നത്. അപ്പൊ നോക്കാം, വിത്തിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്നതാണ് നമ്മൾ പറഞ്ഞ എന്തോന്ന്? കായിക പ്രജനനം എന്ന് പറയുന്നത്. ഇനി പതിവയ്ക്കൽ എന്ന് പറഞ്ഞ എന്തോന്നാണ്? പതിവയ്ക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കണം. എന്ത് ചെയ്യുക? ആദ്യം ഏത് ചെടിയാണോ തൈ ഉൽപ്പാദിപ്പിക്കേണ്ടത് അതിന്റെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കണം. കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താവരുത്, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ റോസാ ചെടിയിലൊക്കെ വലിയ തണ്ടുള്ളതൊന്നും അല്ല എടുക്കുന്നത്, വലിയ കനമുള്ള തണ്ടൊന്നുമല്ല. അതായത് പെൻസിലിന്റെ വലിപ്പമുള്ള ഒരു നല്ല കമ്പ് എടുക്കുക. പെൻസിൽ വലിപ്പമുള്ള ഒന്ന് എടുക്കുക. എന്നിട്ട് അതിന്റെ എന്നിട്ട് ഈ തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ചകിരിയും പിന്നെ അതുപോലെ ചകിരിയുടെ ചോറും മണ്ണും പിന്നെ കുറച്ച് മരപ്പൊടിയും കൂടെ ചേർന്ന് മിശ്രിതം നനവോടെ എന്ത് ചെയ്യുന്നു? വച്ച് കെട്ടുന്നു. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ്? പോളിത്തീൻ ഷീറ്റ് കൊണ്ട് അതിനെ പൊതിയുന്നു. രണ്ടറ്റത്തും ചാക്കുനൂല് വെച്ച് കെട്ടും. അല്ലെ, പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് രണ്ടറ്റത്തും ചാക്കുനൂല് വെച്ച് കെട്ടുന്നു. എന്നിട്ട് ഈർപ്പം നിലനിൽക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നനച്ചു കൊടുക്കണം. 2 മാസത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകുന്നു അല്ലെ. നമ്മൾ കെട്ടിവെച്ച ഭാഗത്ത് ധാരാളം വേരുണ്ടാകും. അതിനുശേഷം ഈ കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നിററാകുന്നവരെ നമുക്ക് ചട്ടിയിൽ സംരക്ഷിക്കാം.
അതിന് ശേഷം എന്ത് ചെയ്യണം, ഇതിൻ്റെ തൈ എടുത്ത് ഇതിനെടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും നല്ല ഭാഗത്ത് നടണം. ഇതാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആ കൊമ്പിൽ വെച്ച് നമ്മൾ ബഡ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പതിവയ്ക്കൽ എന്ന് പറയുന്നത്, ലെയറിങ് എന്ന് പറയുന്നത്. ആ കൊമ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റൗണ്ട് ഷേപ്പിലുള്ളത് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വേരുകളെ മുളപ്പിച്ച് മാറ്റി നടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പതിവയ്ക്കൽ എന്ന് പറയുന്നത്. നമ്മളെ പിച്ചി, മുല്ല, അതുപോലെ റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിൽ എന്ത് ചെയ്യുന്നത്, പതിവയ്ക്കൽ എന്ന് പറയുന്ന രീതി ഫലപ്രദമാണ്. മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ചു വെച്ചും പതിവയ്ക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഈ താന്ന് നിൽക്കുന്ന ഈ മുല്ലയും പിച്ചിയൊക്കെ നമുക്ക് ഇതുപോലെ താന്ന് നിൽക്കുന്നവയാണെങ്കിൽ, ഇങ്ങനെ താന്ന് നിൽക്കുന്നവയാണെങ്കിൽ ഈ മണ്ണിനോട് ചേർത്ത് വെച്ചതിന് എന്ത് ചെയ്യുന്നു, അതവിടെ പതിവെച്ച് വിടുന്നു. അങ്ങനെയും ചെയ്യാറുണ്ട്. ഓക്കെ, പതിവയ്ക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് വന്നിട്ട് എല്ലാ മിക്ക ചെടികളും നമുക്ക് എന്ത് ചെയ്യാം, പതിവെച്ച് വളർത്താൻ പറ്റും. 2, വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അതേ ആയുർദൈർഘ്യവും പതിവെച്ചുണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല, വലിപ്പവും കുറവായിരിക്കും. അത് നമ്മൾ ബഡ്സ് ചെയ്യുന്ന ചെടി എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതായത് ഈ പറയുന്ന പോലെ നമുക്ക് വിത്ത് മുളച്ച് വരുന്ന അതിൻ്റെ അത്ര ഒരു വലിപ്പം ഉണ്ടാവില്ല, അതുപോലെ അതിൻ്റെ ആയുസ്സും അത്ര ഉണ്ടാവില്ല. അതുപോലെ മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യും, മാതൃസസ്യത്തിന്റെ സെയിം ഗുണങ്ങൾ ഉണ്ടാവും. രോഗബാധയുള്ള ചെടികൾ പതിവെച്ച പുതിയ ചെടികൾക്കും രോഗമുണ്ടാവും. നമ്മൾ പറയില്ലേ, എയ്ഡ്സ് രോഗിയായ അമ്മയിൽ നിന്നും എയ്ഡ്സ് രോഗിയായ കുഞ്ഞുണ്ടാവും എന്ന് പറയുന്ന പോലെ രോഗബാധിതയായ ചെടിയിൽ നിന്നും രോഗബാധിതയായ ചെടികളും ഉണ്ടാകും. വിത്ത് മുഖേന ഉത്പാദിപ്പിച്ചെടുത്ത ചെടിയേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കാക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലെയറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. കാരണം ഒരു വർഷം കൊണ്ട് പൂക്കുകയും കാക്കുകയും ചെയ്യുന്നത് ഇതായി കഴിഞ്ഞാൽ ഒരു 7 മാസം 8 മാസം കൊണ്ട് എന്ത് ചെയ്യും, പൂക്കുകയും കാക്കുകയൊക്കെ ചെയ്യും. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ നമുക്ക് ഉത്പാദിപ്പിച്ച് എടുക്കാൻ പറ്റും. തായ് വേരുപടലം ഇതിന് ഉണ്ടായിരിക്കില്ല. അതുപോലെ കൂടുതൽ പരിചരണം നമുക്ക് എന്ത് ചെയ്യും, ആവശ്യമായിട്ട് വരും. കൃത്രിമമായി ചെയ്യുന്ന എല്ലാത്തിനും എന്ത് ചെയ്യും, കൂടുതൽ പരിചരണം നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് ഗുണമേന്മയുള്ള തൈകൾ ഉത്പാദിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൊമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്, അല്ലേ? ഇത് നമ്മൾ മുന്നേ തന്നെ എങ്ങനെ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഒരേ വർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ച് ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാകുന്നു. നമുക്കിപ്പോൾ നമ്മൾ ഒട്ടുമാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 മാവിൻ്റെ കൊമ്പുകൾ, ഗുണമേന്മയുള്ള 2 മാവിൻ്റെ കൊമ്പുകൾ ഒട്ടിച്ച് ചേർത്ത് ഒരു പുതിയ മാവായിട്ട് കൊണ്ടുവരുന്ന ഒരു രീതി പോലെയാണ്. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് മൂലകണ്ഠമെന്നും അതുപോലെ ഒട്ടിക്കുന്ന കൊമ്പിനെ സയൻ ഒട്ടുകമ്പെന്നും പറയുന്നു. അപ്പം മൂലകണ്ഠവും ഉണ്ട്, ഒട്ടുകമ്പും ഉണ്ട്, അല്ലേ? അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മൂലകണ്ഠവും ഉണ്ട്, ഒട്ടുകമ്പും ഉണ്ട്. കാരണം നമ്മൾ വേരോട് കൂടി എടുക്കുന്നതിന് നമ്മൾ മൂലകണ്ഠമെന്നും, ഒട്ടിക്കുന്ന കൊമ്പിന് നമ്മൾ എന്ത് പറയുന്നു, ഒരു ചെടി നമ്മൾ വേരോടെ എടുക്കും, എന്നിട്ട് ആ ചെടിയിൽ നമ്മൾ മറ്റൊരു ചെടിയുടെ കൊമ്പൊട്ടിക്കും, അതിന് നമ്മൾ എന്ത് പറയുന്നു, ഒട്ടുകമ്പ് എന്ന് പറയുന്നു, സയൻ എന്നും പറയുന്നു. നമ്മൾ മാവിൻ്റെ, അല്ലേ, നാടൻ മാവിൻ്റെ തൈയിൽ നീലം, മാൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. ഇവിടെ നാടൻ മാവിൻ്റെ തൈ സ്റ്റോക്കും മാൽഗോവയുടെ കൊമ്പ് സയണുമാണ്. അതായത് ഇപ്പം ഇതൊരു മാവാണ് എന്ന് വെക്കുക, ഇതൊരു നാടൻ മാവാണെന്ന് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കൊമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊമ്പിൽ നമ്മളൊരു മാൽഗോവയുടെ കൊമ്പ് നടയാണ് ചെയ്യുന്നത്, കൊമ്പ് ഇവിടെ ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിനെന്തുണ്ട്, വേരുണ്ടല്ലേ? അപ്പം ഇതിന് നമ്മൾ എന്തോന്ന് പറയുന്നു, ഇതിനെ പറയുന്നത് എന്തോന്നാണ്, സ്റ്റോക്ക് എന്ന് പറയും. അതിനെന്തെന്ന് പറയും, സ്റ്റോക്ക്, മൂലകാന്ഡം ഉള്ളതാണ് ഇതിന്. എന്നിട്ട് ഇവിടെ നടന്ന മാൽഗോവെ നമ്മൾ എന്ത് പറയും, സയൺ എന്ന് പറയും. അതായത് ഒട്ടുകമ്പ് ഒട്ടിക്കുന്നതിന് സയൺ എന്നും പറയുന്നു. ഓക്കെ അല്ലേ? ഇനി മുകുളം ഒട്ടിക്കൽ, ഇതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ലെയറിംഗ് പോലെ ഒന്ന് തന്നെയാണ് ബഡ്ഡിങ്ങും. ലെയറിംഗ് നമ്മൾ കൊമ്പിൽ ചെയ്യുന്നു, ഇത് ബഡ്ഡിങ്. ഈ പ്രവർത്തനത്തിൽ ഒരു ചെടിയുടെ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളമാണ് ഒട്ടിക്കുന്നത്, അല്ലേ? അപ്പോൾ ലെയറിങ്ങിൻ്റെ സെയിം പ്രോസസ്സ് തന്നെയായിരിക്കും ഈ ബഡ്ഡിങ്ങിലും വരുന്നത്. ഒരു പൂച്ചെടിയിൽ പലതരത്തിലുള്ള നിറങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അപ്പം നമ്മൾ ഒരു ചെടിയിൽ തന്നെ പലതരത്തിലുള്ള അതിൻ്റെ മുകുളങ്ങളിൽ നമ്മൾ ഇവിടെ നടത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവും. നല്ല ഇനം ചെടിയിലെ മുകുളം ചെത്തിയെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ T ആകൃതിയിലെ മുറിവുണ്ടാക്കി തൊലി വിടർത്തി വയ്ക്കുക. എന്ത് ചെയ്യുന്നു, T ആകൃതിയിലാണ് ഇവിടെ തൊലി ഉണ്ടാക്കുക. നമ്മൾ മറ്റേ അവിടെ റൗണ്ട് ഷേപ്പിൽ, ഇവിടെ T ആകൃതിയിൽ. എന്നിട്ട് T ആകൃതിയിലുള്ള മുറിവിലെ തൊലിയിൽ മുകുളം എന്ത് ചെയ്യുന്നു, നമ്മൾ തിരികെ വെക്കുന്നു. മുകുളം പുറത്ത് കാണത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം, പൊതിഞ്ഞ് കെട്ടണം. അതിനുശേഷം മുകുളം നന്നായിട്ട് വളരാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗം മുറിച്ച് മാറ്റി നമുക്ക് മാറ്റി നടാം. ഇങ്ങനെയൊക്കെയാണ് ബഡ്ഡിങ്, മുകുളം ഒട്ടിക്കൽ നടക്കുന്നത്. ഇനി വർഗ്ഗസംകരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തിനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസംകരണം എന്ന് പറയുന്നത്. അതായത് ഒരേ വർഗ്ഗത്തിൽപ്പെട്ട ഇപ്പം 2 മാവുകൾ ഒരേ വർഗ്ഗത്തിൽപ്പെട്ട മാവുകളാണെങ്കിൽ അവയിൽ നിന്നും പുതിയതായിട്ട് ഒരു ചെടി ഉണ്ടാക്കുന്ന രീതിയാണ് വർഗ്ഗസംകരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണവും ഉണ്ടാവും, അതുപോലെ രണ്ടത്തിൻ്റെയും ദോഷവും ഉണ്ടാവും. സമ്മിശ്ര ഗുണങ്ങളും ദോഷങ്ങളും അവിടെ
ഉണ്ടാവും. ഇതിൽ അനുകൂലമായ വിത്തുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ തെങ്ങുകളിൽ സാധാരണ ഇതുപോലെ സങ്കര ഇനം തെങ്ങുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് സങ്കര ഇനം തെങ്ങുകൾ ഏതൊക്കെ? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇത് മൂന്നും എന്താണ്? ശങ്കര ഇനം തെങ്ങുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, അതുപോലെ ലക്ഷഗംഗ എന്നൊക്കെ പറയുന്നത് എന്തിന്റെ ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സങ്കര ഇനം തെങ്ങുകളുടെ ഉദാഹരണമാണ്. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്ത്, അതായത് വർഗ്ഗസംകരണം നടത്തി. അതൊക്കെ ലക്ഷദ്വീപ് ഓർഡിനറിയെയും അതുപോലെ ചാവക്കാട് ഓറഞ്ചിനെയും ഹൈബ്രിഡൈസേഷൻ നടത്തി, വർഗ്ഗസംകരണം നടത്തി ഒരു പുതിയതായിട്ട് ഉണ്ടായ ഒന്നാണ് തോന്നുന്നു ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്. എന്തോന്ന്? ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്. ഇനി ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ഈ ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്ന ഇനം തെങ്ങിനെയും അതുപോലെ വെസ്റ്റ് കോസ്റ്റ് ഡോൾ എന്ന് പറയുന്ന തെങ്ങിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഹൈബ്രിഡൈസേഷൻ നടത്തി, വർഗ്ഗസംകരണം നടത്തി ഉണ്ടായ ഒന്നാണ് എന്തോന്ന്? ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. ഇനി ലക്ഷഗംഗ എന്ന് പറഞ്ഞാലോ ലക്ഷദ്വീപ് ഓർഡിനറിയെയും അതുപോലെ ഗംഗാബോന്തം എന്ന് പറയുന്ന തെങ്ങിനെയും തമ്മിൽ സങ്കര ഇനം നടത്തി ആണ് ഉണ്ടായതാണ് എന്തോന്ന്? ലക്ഷഗംഗ എന്ന് പറയുന്ന തെങ്ങ്. ഇത് മൂന്നും ഓർത്ത് വെക്കുക. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതൊക്കെയാണ് ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പോവാം. ഈ നെല്ലിന്റെ പവിത്ര, ഹസ്വ, അന്നപൂർണ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ വർഗ്ഗസംകരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ലിൻ്റെയാണ്. ഇതിൽ അന്നപൂർണ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ പച്ചമുളകിന്റെ ജ്വാലാമുഖി ചോദിച്ചിട്ടുണ്ട്, അതുപോലെ അക്ഷയ ചോദിച്ചിട്ടുണ്ട്, നീലിമ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഏതിന്റെ വർഗ്ഗസംകരണത്തിൽ ഉൾപ്പെട്ടതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നെല്ലിന്റെ പവിത്ര, ഹസ്വ, അന്നപൂർണ, പവിത്ര, ഹസ്വ, അന്നപൂർണ ഇതൊക്കെ നെല്ലിന്റെ വർഗ്ഗസംകരണത്തിൽ നിന്നുണ്ടായതാണ്. പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഭാഗ്യലക്ഷ്മി, ജ്യോതിക, അതുപോലെ ലോല, മാലിക ഇതൊക്കെ പയറിന്റെ വർഗത്തിലാണ്. ഇനി പച്ചമുളകിന്റെ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പച്ചമുളക് എരിവാണ്, അപ്പൊ ഉജ്ജ്വലയും ജ്വാലാമുഖിയൊക്കെ എരിവെന്ന് ഓർത്തിക്കോ. പിന്നെ എന്ത് ചെയ്യുക? അനുഗ്രഹ. ഇതൊക്കെ പച്ചമുളകിന്റെയാണ്. ഇനി വെണ്ടയുടേത് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വെണ്ടയുടേത് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി ഇതൊക്കെ വെണ്ടയുടേതാണ്. ഇനി വഴുതനയുടേത് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. നീലിമ ചോദിച്ചിട്ടുണ്ട്. സൂര്യ, ശ്വേത, ഹരിത, നീലിമ ഇതൊക്കെ ഏതാണ്? വഴുതനങ്ങയുടേതാണ്. ഇനി തക്കാളിയുടേത് മുക്തി, അനഘ, അക്ഷയ. മുക്തി, അനഘ, അക്ഷയ ഇതൊക്കെ തക്കാളിയുടെ വർഗ്ഗസംകരണത്തിൽ എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ എവിടെ എന്നൊക്കെ നമുക്ക് നോക്കാം. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? നല്ല രീതിയിലുള്ള മികച്ച ഉൽപ്പാദനത്തിന്, അതുപോലെ വേഗത്തിൽ വിളവ് ലാഭിക്കാൻ, രോഗബാധ ഇല്ലാക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ, കുറഞ്ഞ ചിലവിൽ പരിചരണം എങ്ങനെയാണ് വേണ്ടത്, ഇതൊക്കെയാണ് കാർഷിക മേഖലയിൽ വേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ സഹായിക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് തോന്നുന്നു കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോളണം. പ്രിയങ്ക എന്ന് പറയുന്നത് ഏതിന്റെ ഇനമാണ്? പാവലിന്റെ പുതിയ ഇനമാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന ഒരു വിത്തിനമാണ് ഈ പ്രിയങ്ക എന്ന് പറയുന്ന പാവൽ എന്ന് പറയുന്നത്. ഇതാരാണ്? കേരള കാർഷിക സർവകലാശാല ഈ അടുത്തിടെ മണ്ണുത്തിയിലുള്ള കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു ബ്രാൻഡാണ് എന്തോന്ന്? പ്രിയങ്ക എന്ന് പറയുന്ന പാവലിന്റെ ഇനം. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പ്രിയങ്ക എന്ന് പറയുന്നത് പാവലിന്റെ ഇനമാണ് പ്രിയങ്ക എന്ന് പറയുന്നത്. ഇനി എവിടേക്കാണ് കാർഷിക ഗവേഷണ സ്ഥാപനം ഉണ്ടെന്ന് നോക്കാം. കേരള കാർഷിക ഗവേഷണശാല മണ്ണുത്തിയിലുള്ളത് തൃശ്ശൂരാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി എവിടെയാണ്? തൃശ്ശൂരിലെ മണ്ണുത്തിയിൽ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിലാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂരാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. ഏറ്റവും കൂടുതൽ റബ്ബർ കണ്ടുവരുന്ന കോട്ടയത്താണ്. അപ്പം അത് കോട്ടയത്ത് നിന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസിന്റെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെ മുളകിന്റെ സ്പൈസസ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ളത് കോഴിക്കോടാണ്. ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കേന്ദ്ര തോട്ട ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി എന്തെന്നാണ് ടിഷ്യൂ കൾച്ചർ എന്ന് നോക്കാം. അതായത് ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശത്തിൽ നിന്നോ ചെടികൾ വളർത്തിയെടുക്കുന്ന ഒരു പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ അതുപോലെ തന്നെ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയൊരു ചെടി എടുക്കുന്നതാണെന്ന് തോന്നുന്നു ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണമേന്മയും എന്തുണ്ടാവും? ഈ തൈകൾക്ക് ഉണ്ടാകും.
വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ എല്ലാ സസ്യങ്ങളും ഈ സാങ്കേതികവിദ്യ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ചെടിയിൽ നിന്നും അതിൻ്റെ സവിശേഷതകളുള്ള 100 കണക്കിന് തൈകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരേ സമയത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നതാണ് ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ വിവിധ അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പരുത്തിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി എന്ന് പറയുന്നത് അല്ലേ. പരുത്തിയുടെ കായിൽ നിന്നാണ് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു. ഇതിൽ പഞ്ഞിയിൽ നിന്ന് എന്താണ് നൂലുണ്ടാക്കുകയും പരുത്തി കുരുവിൽ നിന്ന് എന്തുണ്ടാക്കുന്നു, കാൽത്തീറ്റയും ഉണ്ടാക്കുന്നു. ഈ പരുത്തി കുരുവിൽ നിന്ന് നമുക്ക് ആവശ്യമായ എണ്ണ വ്യവസായ ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അതാണ് പരുത്തിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി ചണം അല്ലെങ്കിൽ ജൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പം ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യ ആണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് നമ്മളത് പരുത്തിയുടെ ഏതിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ആ പരുത്തി കുരു കാൽത്തീറ്റയും അതുപോലെ പരുത്തിയുടെ കായിൽ നിന്നാണ് നമ്മൾ പഞ്ഞി എടുക്കുന്നത്. ഇനി ചണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചണയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ഇത് വെള്ളത്തിലിട്ട് താഴ്ത്തി വെച്ചതിന് ശേഷം അഴുകുമ്പോൾ തല്ലി ചതച്ചാണ് നാരുകൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വേർതിരിച്ച് എടുക്കുന്നത്. ഇനി കയർ, നാളികേര തൊണ്ടിൽ നിന്നാണ് കയർ എടുക്കുന്നത്. പിന്നീട് തൊണ്ട് തല്ലി നാരുകൾ വേർതിരിച്ചെടുക്കുന്നു. അല്ലെ, ഇതും വെള്ളത്തിലിട്ട് കോർത്തതിന് ശേഷം ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്നൊരു കാര്യമാണ് കയറെടുക്കുന്നത്, തൊണ്ടിൽ നിന്നും കയറെടുക്കുന്ന രീതി. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടായിട്ട് കൃഷിയെപ്പറ്റി പറയേണ്ടതും അതുപോലെ സസ്യങ്ങളെ പറ്റി പറയേണ്ട പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് കൃഷിയെപ്പറ്റി പറയുന്ന പ്രധാന കാര്യങ്ങൾ. ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.